യൂട്യൂബിലെ ആദ്യത്തെ മൈൽ സ്റ്റോൺ എന്താണെന്ന് അറിയോ? 1000 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. 1000 സബ്സ്ക്രൈബേഴ്സ് ജെനുവിൻ ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുമ്പോട്ടുള്ള നമ്മുടെ യൂട്യൂബ് ജേർണിയിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകും. അതല്ല, ഈ 1000 സബ്സ്ക്രൈബേഴ്സിനെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ വില കൊടുത്താണ് വാങ്ങിയെന്നുണ്ടെങ്കിൽ മുമ്പോട്ടുള്ള നിങ്ങളുടെ യൂട്യൂബ് ജേർണി അത്ര സേഫ് ആയിരിക്കത്തില്ല. ഈ 1000 സബ്സ്ക്രൈബേഴ്സ് നമ്മൾ ഓർഗാനിക്കായിട്ട് തന്നെ ഏൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് മുമ്പോട്ടുള്ള സമയത്തും നല്ല രീതിയിൽ സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ടുവന്ന് നമ്മുടെ ചാനൽ ഗ്രോ ചെയ്യിപ്പിച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ആദ്യത്തെ 1000 സബ്സ്ക്രൈബേഴ്സിനെ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചാണ്. ഞാനിവിടെ 4-5 പോയിന്റ്സ് നോട്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുറച്ചധികം സബ്സ്ക്രൈബേഴ്സിനെ 1000 സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ ചാനലിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഞാനിവിടെ നോട്ട് ചെയ്തിരിക്കുന്ന ആദ്യത്തെ കാര്യം കമ്മ്യൂണിറ്റി പോസ്റ്റ്. അതായത് കമ്മ്യൂണിറ്റി ടാബ് എന്നായിരുന്നു മുമ്പ് യൂട്യൂബിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് മാറ്റി പോസ്റ്റ് എന്ന് പറയുന്ന ഒരു ടാബ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പോസ്റ്റ് ടാബിനെ മാക്സിമം യൂസ് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അത് നിങ്ങളൊരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് 1000 സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ലാത്ത സമയത്ത് തന്നെ പ്രോപ്പറായിട്ട് ഇതിനെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കമ്മ്യൂണിറ്റി ടാബിലൂടെ തന്നെ നിങ്ങളുടെ ചാനലിൽ നല്ല ഒരു എൻഗേജ്മെന്റ് ഉണ്ടാകുകയും അതിലൂടെ നമുക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ ഗെയിൻ ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പം കമ്മ്യൂണിറ്റി പോസ്റ്റ് എങ്ങനെയാണ് ഇടേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബിൽ എങ്ങനെയാണോ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നത്, ചിലപ്പം ചിലർ ആഴ്ചയിൽ ഒരു വീഡിയോ ആയിരിക്കും, ചിലപ്പം ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം നിങ്ങൾ ഏത് രീതിയിലാണോ യൂട്യൂബ് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നത് ആ ഒരു കൺസിസ്റ്റൻസി കമ്മ്യൂണിറ്റി ടാബിലും കൊടുക്കുക. ഞാൻ എൻ്റെ ചാനലിലെ കമ്മ്യൂണിറ്റി ടാബ് അധികം ശ്രദ്ധിക്കാത്ത ഒരാളാണ്. വല്ലപ്പോഴും ഞാൻ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ തന്നെ അതിന്റെ ലിങ്ക് എടുത്ത് കമ്മ്യൂണിറ്റി ടാബിൽ ഇടുന്ന ഒരു ശീലമാണ് എനിക്കുള്ളത്. എന്നിട്ട് പോലും നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ഏകദേശം 1000-നടുത്ത് സബ്സ്ക്രൈബേഴ്സ് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നിന്ന് മാത്രമാണ് എനിക്ക് കിട്ടിയത്. അപ്പം ഞാൻ നല്ല രീതിയിൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഈ ടാബിനെ യൂട്ടിലൈസ് ചെയ്തിരുന്നെങ്കിൽ ഇതിന്റെ 10 ഇരട്ടി ഫോളോവേഴ്സിന് എനിക്ക് കിട്ടിയേനെ. മാക്സിമം ലിങ്കുകൾ ഡയറക്റ്റ് പോസ്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങളൊരു വീഡിയോ പബ്ലിഷ് ചെയ്യുന്നതിന് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് കമ്മ്യൂണിറ്റിയിലൂടെ നിങ്ങൾ ആ ഒരു കാര്യം അനൗൺസ് ചെയ്യുക. നിങ്ങളെ ഉള്ള ഫോളോവേഴ്സിലേക്ക് ആ കാര്യം എത്തുകയും അവർ നിങ്ങൾ അടുത്തായിട്ട് അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോ വാച്ച് ചെയ്യാനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യും. അതിനോടൊപ്പം തന്നെ കമ്മ്യൂണിറ്റി പോളുകൾ ക്രിയേറ്റ് ചെയ്യുക. അതിലൂടെ നല്ല രീതിയിലുള്ള എൻഗേജ്മെന്റ് കമ്മ്യൂണിറ്റി ടാബിൽ ഉണ്ടാവും. കമ്മ്യൂണിറ്റി ടാബിൽ നമ്മൾ ഇടുന്ന കാര്യങ്ങൾ ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു ഓഡിയൻസിലേക്ക് മാത്രമായിരിക്കില്ല എത്തുക. അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലേക്ക് മാത്രമായിരിക്കില്ല, അല്ലാത്ത ആളുകളിലേക്ക് എത്തുകയും നല്ല രീതിയിലുള്ള എൻഗേജ്മെന്റ് ഉണ്ടാവുകയും ചെയ്യും. പ്രത്യേകിച്ച് ഫെസ്റ്റിവൽ ടൈമിലൊക്കെ അത് റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റുകൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റിൽ ഇഷ്ടമില്ലാത്ത ഒരാളാണെങ്കിൽ പോലും ആ ഒരു ഫെസ്റ്റിവൽ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിലേക്ക് എൻഗേജ്മെന്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അതൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങൾ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഏത് സമയത്ത് എങ്ങനെയുള്ള പോസ്റ്റുകൾ ഇടണമെന്നുള്ള ഒരു ഐഡിയ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അതിനനുസരിച്ച് നിങ്ങൾ കമ്മ്യൂണിറ്റിയെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ചാനലിൽ ഏതെങ്കിലും ഒരു വീഡിയോ ഒരു വ്യക്തിയുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ അവർ ആ വീഡിയോ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കിയത് കണ്ടാൽ തീർച്ചയായിട്ടും അവർ നമ്മളുടെ മറ്റു വീഡിയോകളിലൂടെ കാണണം. എന്നെങ്കിൽ മാത്രമേ അവരെ സബ്സ്ക്രൈബ് ചെയ്തുള്ളൂ. ഒരു വീഡിയോ കണ്ടിട്ട് പല ആളുകളും ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്തില്ല. അവർ നമ്മുടെ ചാനലിൽ വന്ന് മറ്റു വീഡിയോകളിലൂടെ ചെക്ക് ചെയ്ത് നോക്കും. അതായത് നമ്മുടെ ഒരു വീഡിയോ വായെന്ന് വിചാരിക്കുക, ആ ഒരു വീഡിയോ വൈറലായത് കണ്ട് മാത്രം ഒരാൾ നമ്മളെ ചിലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തില്ല. അവർ നമ്മുടെ ചാനലിൽ വന്ന് നമ്മുടെ മറ്റ് 1-2 വീഡിയോകളിലൂടെ നോക്കും. എങ്ങനെയുണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തുടർന്നുള്ള ദിവസം നല്ല കണ്ടന്റുകൾ കിട്ടുമോ എന്നുള്ള ഒരു കാര്യം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നല്ലൊരു ശതമാനം ആളുകളും ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വീഡിയോ മാത്രമല്ല നമ്മുടെ മറ്റു വീഡിയോകളിലേക്കും ആളുകൾ വരണമെന്നുണ്ടെങ്കിൽ 2 രീതിയിൽ ഇങ്ങനെ വരും. ഒന്ന്, ഓർഗാനിക് ആയിട്ട് റെക്കമെൻഡഡ് ആയിട്ട് യൂട്യൂബ് ഒരു വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തായിട്ട് നമ്മുടെ തന്നെ മറ്റു വീഡിയോകൾ ഷോ ചെയ്യും, റെക്കമെൻഡേഷൻ കൊടുക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ മറ്റു വീഡിയോയിലേക്ക് ആളുകൾക്ക് വരാനായിട്ട് സാധിക്കും. അതല്ലാതെ നമുക്ക് ഈ ആളുകളെ നമ്മളുടെ പഴയ വീഡിയോകളിലേക്ക് റീഡയറക്റ്റ് ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് കറക്റ്റായിട്ട് നിങ്ങളുടെ വീഡിയോ എൻഡ് ചെയ്യുന്ന സമയത്ത് എൻഡ് സ്ക്രീൻ വീഡിയോയിലേക്ക് ആളുകളെ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ വീഡിയോകൾ എൻഡ് ചെയ്യുക. അതായത് ഇപ്പം ഞാൻ ഈ ഒരു കണ്ടന്റ് അപ്ലോഡ് ചെയ്തു, ഈ ഒരു കണ്ടന്റ് എൻഡ് ചെയ്യുന്ന സമയത്ത് ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന മറ്റു കണ്ടന്റുകൾ എൻ്റെ ചാനലിൽ ഉണ്ടെങ്കിൽ ഞാൻ ആ ഒരു വീഡിയോ എൻഡ് സ്ക്രീനിൽ കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലൂടെ പറയണം ഇതിന്റെ ബാക്കിയായിട്ട് അല്ലെങ്കിൽ ഇതിൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം ഈ ഒരു എൻഡ് സ്ക്രീൻ വീഡിയോയിൽ നൽകിയിട്ടുണ്ട്, നിങ്ങൾ ഇത് വാച്ച് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ തീർച്ചയായിട്ടും എൻഡ് സ്ക്രീനിൽ നിന്ന് ആ വീഡിയോ കാണുകയും നമ്മുടെ ചാനലിൽ കണക്റ്റഡ് ആയിട്ടുള്ള വീഡിയോകൾ വീണ്ടും വീണ്ടും ഒരു ലൂപ്പായിട്ട് കാണാനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യും. അപ്പം ഓരോ വീഡിയോയുടെയും എൻഡ് സ്ക്രീൻ പ്രോപ്പറായിട്ട് തന്നെ നിങ്ങൾ കൊടുക്കുക. അതിലൂടെ നിങ്ങളുടെ ചാനലിലേക്ക് ആളുകൾ എത്തുകയും അവർ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യും. മൂന്നാമതായിട്ട്, നിങ്ങളുടെ യൂട്യൂബ് ചാനൽ കാറ്റഗറി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യുന്ന ടോപ്പ് ആയിട്ടുള്ള ക്രിയേറ്റേഴ്സിനെ നിങ്ങൾ പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്യുക. അവർ ഏതൊക്കെ കണ്ടന്റുകളാണ് അപ്ലോഡ് ചെയ്യുന്നത്, അവരുടെ ചാനലിൽ ഏറ്റവും റീച്ചിലെത്തിയ വീഡിയോകൾ ഏതൊക്കെയാണ്, ഇപ്പോഴും അവരുടെ ചാനലിൽ നല്ല രീതിയിൽ റീച്ച് വരുന്ന വീഡിയോകൾ ഏതൊക്കെയാണ്, ഇതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യുക. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നിങ്ങളുടെ അതേ കാറ്റഗറിയിൽ ഇപ്പം ആളുകൾക്ക് ആവശ്യമുള്ള കണ്ടന്റ് ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അതിനനുസരിച്ചുള്ള ആ ഒരു ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ ചാനലിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയിലും കൂടുതൽ റീച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന റെക്കമെൻഡ് ചെയ്യപ്പെടുന്ന വീഡിയോകളായിരിക്കണം നിങ്ങൾ ഇങ്ങനെ റീക്രിയേറ്റ് ചെയ്യുന്നത്. മറ്റുള്ളവരുടെ വീഡിയോകൾ അതേപോലെ കോപ്പി ചെയ്തിടണമെന്നല്ല പറഞ്ഞത്, നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു കണ്ടന്റ് എടുത്ത് ആ ഒരു തീം എടുത്തിട്ട് നിങ്ങൾക്ക് വീഡിയോ ചെയ്യാനായിട്ട്
സാധിക്കും. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അവരുടെ വീഡിയോയുടെ ടൈറ്റിൽ എടുക്കുക. ടൈറ്റിൽ അതേപോലെ കോപ്പി ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് വേണ്ട മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് മറ്റൊരാളുടെ വീഡിയോയുടെ ടൈറ്റിലും എടുക്കാം. അവർ കൊടുത്തിരിക്കുന്ന ടാഗുകൾ എന്തൊക്കെയാണോ നിങ്ങൾക്ക് റെലവെന്റ് ആയിട്ടുള്ള, നിങ്ങളുടെ ചാനൽ റെലവെന്റ് ആയിട്ടുള്ള ടാഗുകളും അവിടെ നിന്ന് എടുക്കുക. അതിനോടൊപ്പം തന്നെ അവരുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിലൂടെ ചെക്ക് ചെയ്യുക. അവിടെ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അതേപോലെ കോപ്പി ചെയ്ത് നിങ്ങളുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ ഒരു വീഡിയോ, നിങ്ങൾ ചെയ്തിരിക്കുന്ന വീഡിയോ നല്ല വീഡിയോ ആണെന്നുണ്ടെങ്കിൽ, ആളുകളെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോ വൈറലാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നിങ്ങൾ ഈ ഒരു കാര്യം കൂടെ തുടക്ക സമയങ്ങളിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ട്രൈ ചെയ്യുക. തുടക്ക സമയത്തല്ല, ഏത് സമയത്തും യൂട്യൂബിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ട്രിക്കാണിത്. അപ്പം ഞാനിത് ഓൾറെഡി പല പ്രാവശ്യം പരീക്ഷിച്ച് സക്സസ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾക്കും തീർച്ചയായിട്ടും ധൈര്യമായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങളുടെ ചാനലിൽ ചെയ്യാനായിട്ട് സാധിക്കും. നാലാമതായിട്ട്, നമ്മുടെ ചാനലിൽ ഒരാൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിന്റെ ഹോം പേജ് പ്രോപ്പറായിട്ട് ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ ആളുകൾ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള സാധ്യതയില്ല. ഒപ്റ്റിമൈസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിന്റെ ലോഗോ പ്രോപ്പർ ആയിട്ടുള്ളത് അല്ലെങ്കിൽ പ്രൊഫൈൽ പിക്ചർ പ്രോപ്പറായിട്ട് നമ്മുടെ ചാനൽ റിലേറ്റഡ് ആയിട്ടുള്ളത് കൊടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ തന്നെ നല്ലൊരു ഫോട്ടോ നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രൊഫൈൽ പിക്ചർ ആയിട്ട് കൊടുക്കാം. ഇനി നിങ്ങളുടെ ഫോട്ടോ അല്ല കൊടുക്കേണ്ടത്, നിങ്ങൾക്ക് വേറൊരു ലോഗോ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം എയുടെ സമയമാണ്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ലോഗോയും എ ഉപയോഗിച്ചുകൊണ്ട് ChatGPT-യിലൊക്കെ പോയി പ്രോംപ്റ്റ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ നല്ലൊരു ചാനൽ ആർട്ടൂടെ കൊടുക്കുക. ചാനൽ ആർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിന്റെ മൊത്തം ലുക്കും ഇന്റർഫേസിനെയും ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഹോം പേജിൽ ചാനൽ ആർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ചാനൽ ആർട്ടിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിന്റെ പേരും എന്ത് ടോപ്പിക് റിലേറ്റഡ് ആണ് നിങ്ങളുടെ ചാനൽ, ഈ ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചാനൽ ആർട്ടിൽ എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ചാനൽ ആർട്ടും നല്ല വൃത്തിയായിട്ടുള്ള രീതിയിൽ തന്നെ ഉണ്ടാക്കുക. ഇതിനോടൊപ്പം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ തമ്പനെയിലും ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമ്മുടെ ചാനലിന്റെ ഹോം പേജിനെ ഏറ്റവും കൂടുതൽ വൃത്തിയാക്കുന്ന 3 കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പം തമ്പനെയിൽ ഇവിടെ എങ്ങനെയാണ് ഇമ്പോർട്ടന്റ് ആകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ തമ്പനെയിൽസിൽ ഫോണ്ട് അതേപോലെ ഒരു കളർ പാറ്റേൺ, ഇത് എല്ലാ തമ്പനെയിൽസിലും ഏകദേശം ഒരുപോലെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ചാനലിന്റെ തമ്പനെയിൽ എവിടെ കണ്ടെന്ന് പറഞ്ഞാലും ആളുകൾക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും ഇതിന്റെ ചാനലിലെ തമ്പനെയിലാണെന്ന്. ഞാൻ എൻ്റെ ചാനലിലെ തമ്പനെയിൽസിലൊക്കെ ബ്ലാക്ക്, റെഡ് ആണ് കൂടുതൽ, അതേപോലെ തന്നെ വൈറ്റുമാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്, വൈറ്റ് കളറുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഫോണ്ടും എല്ലാ തമ്പനെയിലും ഏകദേശം സെയിം ഫോണ്ടുകൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം എൻ്റെ തമ്പനെയിൽസ് എവിടെ കണ്ടെന്ന് പറഞ്ഞാലും പെട്ടെന്ന് ഐഡന്റിഫൈബിൾ ആണ് എൻ്റെ വീഡിയോകൾ കാണുന്നവർക്ക്, ഇന്ന തമ്പനെയിൽ ആണെന്ന് മനസ്സിലാവും. അപ്പോൾ ഇതേപോലെ ഒരു കൺസിസ്റ്റൻസി, വിഷ്വൽ കൺസിസ്റ്റൻസി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തമ്പനെയിൽസ് ക്രിയേറ്റ് ചെയ്യുക. എല്ലാ വീഡിയോകളിലും ഏകദേശം ഒരേപോലത്തെ തമ്പനെയിലല്ല, കളറും ഫോണ്ടും പിന്നെ അതിന്റെ ഒരു ലുക്കും, ഈ കാര്യങ്ങളൊക്കെ ഏകദേശം ഒരേപോലെ വരുന്ന രീതിയിൽ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിലൂടെ നമ്മുടെ ഒരു ചാനലിന്റെ ഹോം പേജ് ഒരാൾ വന്നു കഴിയുമ്പോൾ വിഷ്വലി അവർക്ക് നല്ല പ്ലസന്റ് ആയിട്ട് തോന്നുകയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിൽ വരുന്ന സബ്സ്ക്രൈബേഴ്സ് ഓർഗാനിക് സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും. ആ സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ട് മുമ്പോട്ടുള്ള സമയങ്ങളിൽ നിങ്ങളുടെ യൂട്യൂബ് ജേർണിയിൽ നിങ്ങൾക്ക് വലിയ പ്രയോജനങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ യൂട്യൂബ് സുഹൃത്തുക്കൾക്ക് വേണ്ടിയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകണ്ട, ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.